ഒരു ഡിഫറൻഷ്യൽ ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് വേരിയബിൾ സെപ്പറബിൾ ഫോം ആണോ, അതോ ഹോമോജീനിയസ് ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ, അതോ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആണോ എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയെന്നുള്ളതാണ് പറയുന്നത്. ആദ്യം മൂന്നും ജനറലായിട്ടൊന്ന് മനസ്സിലാക്കി വയ്ക്കുക. വേരിയബിൾ സെപ്പറബിൾ ആണെങ്കിൽ dy/dx ഈക്വൽ ടു വൈൻ്റെ ഒരു ഫംഗ്ഷൻ ഇൻറ്റു എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ഇൻറ്റു ഡിവൈഡ് ബൈ ആയിട്ടുണ്ടായിരിക്കും. അതാണ് പെട്ടെന്ന് മനസ്സിലാക്കാനുള്ള ക്ലൂ. പിന്നെ ഹോമോജീനിയസ് ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അങ്ങനെ മനസ്സിലാവുന്നില്ല, പക്ഷേ മിക്ക ക്വസ്റ്റ്യനിലും പ്രൂവ് ദാറ്റ് ഇറ്റ് ഈസ് ഹോമോജീനിയസ് എന്നോ അങ്ങനെ വല്ല ക്വസ്റ്റ്യൻ ഉണ്ടാവും. അതിൻ്റെ ഒരു ക്ലൂ ആണ് ഹോമോജീനിയസ് വെച്ചിട്ട് പ്രൂവ് ചെയ്യാനുള്ളത്. dy/dx ഈക്വൽ ടു f(x, y) എന്ന് എഴുതി കഴിഞ്ഞാൽ, അതായത് ഇടത് ഭാഗത്ത് dy/dx മാത്രമായാൽ ഈ വലത് ഭാഗത്ത് എന്താണോ ഉള്ളത് അതിനെ f(x, y) ആയിട്ട് എടുക്കുക. എക്സിനും വൈക്കും പകരം λx λy സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ ലാംഡയും ലാംഡയൊക്കെ കട്ട് ചെയ്ത് പോയിട്ട് പഴയ f(x, y) തന്നെ കിട്ടുകയാണെങ്കിൽ അത് ഹോമോജീനിയസ് ആണ്, അല്ലേ? ഇതായിരുന്നു അവിടുത്തെ പരിപാടി. ഇനി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആവാനുള്ള കണ്ടീഷൻ, അത് മിക്കതും ഇതേ ഫോമാറ്റിലേ തരാറുള്ളൂ. ഒന്നുകിൽ dy/dx പ്ലസ് py ഈക്വൽ ടു q, അവിടെ y ആണ് മെയിൻ. dy/dx പ്ലസ് py ഈക്വൽ ടു q. p യും q എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ ഫങ്ഷൻസ്. ഇനി അല്ലെങ്കിൽ dx/dy പ്ലസ് px ഈക്വൽ ടു q. p1 q1 കൊടുക്കണമെന്നൊന്നുമില്ല. അവിടെ എക്സ് ആണ് മെയിൻ, പിയും ക്യൂവും വൈൻ്റെ ഫങ്ഷൻസ് ആയിരിക്കും. ഇത് ഈ ഫോമാറ്റ് തന്നെ ഞാൻ കുറച്ച് എക്സാമ്പിൾസ് കാണിച്ചു തരാം. പ്രീവിയസ് ഒക്കെ നമുക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഫോമാറ്റിൽ ഏതെങ്കിലും ഒരു ഫോമാറ്റ് ആണെന്നുണ്ടെങ്കിൽ ലീനിയർ ആണ്. ഇതിൽ കൂടുതലും ഫസ്റ്റത്തെയാണ് വരാറുള്ളത്. ഇത് ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ്റെ dy/dx ഈക്വൽ ടു എക്സ് പ്ലസ് y/x ആണ്. നിങ്ങൾ നോക്കുക, ഈ ഫോമാറ്റിലാണോ? വൈൻ്റെ ഒരു ഫംഗ്ഷൻ ഇൻറ്റു എക്സിൻ്റെ ഒരു ഫംഗ്ഷൻ ആണോ? അല്ല. അപ്പോൾ ഒന്നുകിൽ ഹോമോജീനിയസ് ആയിരിക്കും, അല്ലെങ്കിൽ ലീനിയർ ആയിരിക്കും. ഇവിടെ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ക്ലൂ തന്നിട്ടില്ല, ഹോമോജീനിയസ് ആണോ ചെക്ക് ചെയ്യാനോ ലീനിയർ ആണോ എന്നൊക്കെയുള്ള ക്ലൂ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും എളുപ്പം ജസ്റ്റ് λx λy ഒന്ന് കൊടുത്ത് നോക്കുക. കട്ട് ചെയ്ത് പോയിട്ട് നിങ്ങൾക്ക് പഴയ ഫംഗ്ഷൻ തന്നെ കിട്ടും. ഹോമോജീനിയസ് ആണെന്ന് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് റഫ് ഷീറ്റ് വാങ്ങിയിട്ട് അതിൽ ചെക്ക് ചെയ്യാം. ഓക്കെ, അതാണ് ഏറ്റവും നല്ല വഴി. ഇതിലൊരു ക്ലൂ ഇല്ലാത്തതുകൊണ്ട് ബാക്കിയുള്ളവരെ ഞാൻ കാണിച്ചു തരാം. ഈ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ ജനറൽ സൊല്യൂഷൻ ഓഫ് ദ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഇതും ബുദ്ധിമുട്ടാണ്. ഓക്കെ, ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മളിതിനെ dy/dx എന്നുള്ള ഫോമാറ്റിലാക്കി മാറ്റണം. ഓക്കെ, എങ്ങനെയെന്നുള്ള കാണിക്കാം.